ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇവൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ടു ദി ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ് ഓഫ് ദാറ്റ് ഇവൻറ്റ്. അപ്പോൾ പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇവൻറ്റിനുള്ള സാധ്യതയ്ക്ക്, ഒരു ഇവൻ്റ് സംഭവിക്കാനുള്ള സാധ്യതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. അങ്ങനെ ഹെഡ് വരാനുള്ള എത്ര ചാൻസ് ഉണ്ട് അതിന് നമ്മൾ കൊടുക്കുന്ന ആ ന്യൂമറിക്കൽ വാല്യൂ, അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. When the occurrence of an event is uncertain, the probability is a number between 0 and 1. Occurrence of an event uncertain ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അൺസേർട്ടൈൻ ആണ് അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. കോയിൻ ടോസ് ചെയ്താൽ ഹെഡാണോ ടെയിലാണോ എന്ന് വരാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒക്കറൻസ് ഓഫ് എൻ ഇവൻറ്റ് അൺസേർട്ടൈൻ ആണെങ്കിൽ പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും? ഇറ്റ്സ് എ നമ്പർ ബിറ്റ്വീൻ 0 and 1. നമ്മൾ പറഞ്ഞു അതിന് കൊടുക്കുന്ന ആ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും എപ്പോഴും പ്രോബബിലിറ്റി വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്താൽ അപ്പോൾ ഹെഡായും വരുന്നത് അല്ലെങ്കിൽ ടെയിലാവും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. അതായത് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അതായത് ഇപ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു ഹെഡും ഒരു ടെയിലുമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി, ഹെഡ് വരാനുള്ള ഫേവറബിൾ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഹെഡേ ഉള്ളൂ അല്ലേ. ഹെഡ് വരാനുള്ളത് 1 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, എത്ര നമ്പർ ഓഫ് കേസസ് ഉണ്ട് അവിടെ? ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആണ്. അതേപോലെ തന്നെ ടെയിൽ വരാനുള്ളതാണെങ്കിലോ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് ടെയിൽ അല്ലേ. ഒരു ടെയിലാണുള്ളത്. ടോട്ടൽ നമ്പറോ 1 + 1 2 ആണുള്ളത്. അപ്പോൾ 1/2. ഇങ്ങനെ ഏത് കേസ് എടുത്താലും പ്രോബബിലിറ്റി എത്രയേ വരുള്ളൂ? ഈസ് എ നമ്പർ ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ഇതിൽ വന്നത് 1/2 ആണ് അല്ലേ. അത് 0ക്കും 1നും ഇടയിലാണ്. ഇനി നമുക്ക് നോക്കാം റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. An experiment that has 2 or more outcomes which vary in an unpredictable manner from trial to trial when conducted under uniform conditions is called a random experiment. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണ്? ഒരു എക്സ്പെരിമെൻറ്റിന് 2 or more outcomes എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടാവണം. ഔട്ട്കംസ് എങ്ങനെയായിരിക്കണം? എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഓരോ പ്രാവശ്യവും ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഔട്ട്കംസ് വാരി ചെയ്യണം. ഔട്ട്കംസ് സെപ്പറേറ്റ് ആയിരിക്കണം. കണ്ടക്റ്റഡ് അണ്ടർ യൂണിഫോം കണ്ടീഷൻ, യൂണിഫോം സിറ്റുവേഷനിൽ ഈ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കംസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഔട്ട്കംസ് ഉണ്ട്? ഹെഡ് ടെയിൽ 2 ഔട്ട്കംസ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 or more ഔട്ട്കംസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. വാരി ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ. അതെങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ത്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും? ഹെഡായിരിക്കും. പിന്നെ എന്തായിരിക്കും? ടെയിലായിരിക്കും. പിന്നെയും ചിലപ്പോൾ ടെയിൽ തന്നെയായിരിക്കും. ഇതെപ്പോഴും വാരി ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെ എല്ലാം റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഒരു ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിലോ
1 to 6 എത്ര വേണമെങ്കിലും വരാം അല്ലേ. ഫസ്റ്റ് ചിലപ്പോൾ 2 ആവും വരുന്നത്, പിന്നെ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 6 ആവും വരുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉള്ളതും ഔട്ട്കംസ് വാരി ചെയ്യുന്നതും ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സിനെ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മോർ ദാൻ 1 ഔട്ട്കം, ഓൾ പോസിബിൾ ഔട്ട്കംസ് ആർ നോൺ ഇൻ അഡ്വാൻസ്. എത്ര ഔട്ട്കംസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മുമ്പേ തന്നെ അറിയാം അല്ലേ. ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 2 ഔട്ട്കംസാണ് ഉണ്ടാവുക. ഒരു ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ 6 ഔട്ട്കംസാണ് ഉണ്ടാവുക. അത് നമുക്ക് മുമ്പേ അറിയാവുന്നതാണ്. ഔട്ട്കംസ് ആർ അൺപ്രെഡിക്റ്റബിൾ. ഔട്ട്കംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം അറിയാം, പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ എക്സ്പെരിമെൻറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റബിൾ. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് വരാം, ടെയിൽ വരാം അല്ലേ. അതിന് കൂടുതൽ ഔട്ട്കംസ് ഉണ്ട്. ഒരു പ്രാവശ്യം ചിലപ്പോൾ ഹെഡാവും, ഒരു പ്രാവശ്യം ചിലപ്പോൾ ടെയിലാവും, വീണ്ടും ചിലപ്പോൾ ടെയിലാവും. ഇതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാമ്പിൾ പോയിൻ്റ് അല്ലെങ്കിൽ സാമ്പിൾ ഇവൻറ്റ് ഓർ എലമെൻ്ററി ഔട്ട്കം എന്താണെന്നുള്ളത് നോക്കാം. സാമ്പിൾ പോയിൻറ്റ്, സാമ്പിൾ ഇവൻറ്റ്, എലമെൻ്ററി ഔട്ട്കംസ് എല്ലാം സെയിം തന്നെയാണ്. എന്താണെന്നുള്ളത് നോക്കാം. എവരി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ സാമ്പിൾ പോയിൻറ്റ്. എവരി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം, അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഔട്ട്കത്തിനെയും നമുക്ക് എന്ത് പറയാം? സാമ്പിൾ പോയിൻ്റ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എത്ര ഔട്ട്കംസ് ഉണ്ടായിരിക്കും? 6 ഔട്ട്കംസ് ഉണ്ടായിരിക്കും അല്ലേ. 1 2 3 4 5 6 അല്ലേ. അപ്പോൾ ഫസ്റ്റ് 1, ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പിൾ പോയിൻ്റാണ്. 2 എന്ന് പറയുന്നത് മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ്. 3 മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ്. അതേപോലെ 4 5 6 എല്ലാം സാമ്പിൾ പോയിൻറ്റ്സാണ്. അപ്പോൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് എന്ത് പറയാം? ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ ഔട്ട്കത്തിന് ഓരോ സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന പേരാണ് സാമ്പിൾ പോയിൻ്റ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 2 ഔട്ട്കമാണ് ഉണ്ടാവുക, ഹെഡ് ടെയിൽ. അപ്പോൾ ഹെഡ് ഒരു സാമ്പിൾ പോയിൻ്റാണ്, ടെയിൽ മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ ഔട്ട്കത്തിനെയും നമ്മൾ എന്താണ് പറയുക? ഓരോ സാമ്പിൾ പോയിൻ്റ് എന്നാണ് പറയുക. നെക്സ്റ്റ് നോക്കാം, സാമ്പിൾ സ്പേസ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദി സാമ്പിൾ പോയിൻറ്റ്സ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എന്താണ്? ഒരു സാമ്പിൾ പോയിൻറ്റ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതിനെയാണ് സാമ്പിൾ സ്പേസ്. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ ടോട്ടൽ ഔട്ട്കംസിനെ മൊത്തമായിട്ട് പറയുന്നതാണ് സാമ്പിൾ സ്പേസ്. വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? സാമ്പിൾ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ഹെഡും ടെയിലും. അപ്പോൾ ഈ ഹെഡും ടെയിലും കൂടി ഒരുമിച്ച് പറയുന്നതാണ് സാമ്പിൾ സ്പേസ് എന്നുള്ളത്. അതേപോലെ ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിലോ 1 2 3 4 5 6 എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് നമ്മളെപ്പോഴും ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എപ്പോഴും കാണിക്കുക. ഇപ്പോൾ 2 കോയിൻസ് ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സാമ്പിൾ സ്പേസ് വരാം? 2 കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം? 2 ഹെഡ് ഉണ്ടാവും അല്ലേ, 2 ടെയിൽ ഉണ്ടാവും. ഒരു ഹെഡും ഒരു ടെയിലും ഉണ്ടാവും, ഒരു ടെയിലും ഒരു ഹെഡും ഉണ്ടാവും അല്ലേ. ഇതൊക്കെയാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവൻ്റ് എന്നുള്ളത് എന്താണെന്നുള്ളത്. ആൻ ഇവൻ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. 2 coins are tossed, getting 2 heads is an event. The 2 coins toss ചെയ്യുകയാണെങ്കിൽ getting 2 heads is an event. Getting tail and head is another event. Getting 2 tails is another event.
ഇപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്, അപ്പോൾ ഒരു ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 ഇത്രയുമാണ് ഔട്ട്കംസ് ഉണ്ടാവുക അല്ലേ. ഈ 6 ഔട്ട്കംസിനെ ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് സാമ്പിൾ സ്പേസ് എന്ന്. അപ്പോൾ 1 എന്താണ്, ഒരു സാമ്പിൾ പോയിൻ്റാണ്. 2 ഒരു സാമ്പിൾ പോയിൻ്റാണ്. 5 മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ്. 4 മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ് അല്ലേ. ഇനിയിപ്പോൾ ഗെറ്റിംഗ് നമ്പർ ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാലോ ഈ 1 2 3 എന്ന് പറയുന്നതാണ് വരിക. ഇതാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം ഇവൻറ്റ്. ഇവൻറ്റിനെ സിമ്പിൾ ഇവൻ്റായിട്ടും കോമ്പൗണ്ട് ഇവൻ്റായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഇവൻറ്റ് മീൻസ് ഇറ്റ് കറസ്പോണ്ട്സ് ടു സിംഗിൾ എലമെൻ്ററി ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. അതായത് സിംഗിൾ ഔട്ട്കം മാത്രമേ അതിനുണ്ടായിരിക്കുള്ളൂ. അതായത് വെൻ എ ഡൈ ഈസ് ത്രോൺ ഗെറ്റിംഗ് 2, അതായത് ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 2 3 4 5 6 ആണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതിൽ ഗെറ്റിംഗ് 2 എന്ന് പറയുന്നതാണ് സിമ്പിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ജോയിൻറ്റ് ഓക്കറൻസ് ഓഫ് 2 or more സിമ്പിൾ ഇവൻറ്റ്സ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ഇവൻറ്റ്സ്. വെൻ എ ഡൈ ഈസ് ത്രോൺ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഒരു ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ. ഈവൺ നമ്പർ ഏതൊക്കെയാണ്? 2 4. ഇങ്ങനെ വരുന്നതിനെയാണ് കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി ഷുവർ ഇവൻറ്റ്സ് അല്ലെങ്കിൽ സെർട്ടൈൻ ഇവൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. ആൻ ഇവൻറ്റ് ഹൂസ് ഓക്കറൻസ് ഈസ് ഇന്നവിറ്റബിൾ ഈസ് കോൾഡ് എ ഷുവർ ഇവൻറ്റ്. അതായത് അങ്ങനെ ഒരു ഇവൻറ്റ് എന്തായാലും സംഭവിച്ചിരിക്കും, അങ്ങനെ ഒരു ഇവൻറ്റിനെയാണ് ഷുവർ ഇവൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിൽ ഫുൾ എന്താണ് വൈറ്റ് ബോൾസ് ആണുള്ളത് അല്ലേ. ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബാഗ് കണ്ടെയ്ൻ ഓൾ വൈറ്റ് ബോൾസ്. അതായത് ഇതിൽ ഫുൾ വൈറ്റ് ബോൾസ് ആണ്. അപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും അവിടെ നടന്നില്ല. ബോക്സിൻ്റെ ഉള്ളിൽ ഫുൾ വൈറ്റ് ബോൾസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു വൈറ്റ് ബോൾ എന്തായാലും കിട്ടും. അതാണ് ഷുവർ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരിക്കലും സംഭവിക്കാത്തത് അല്ലേ. ഇഫ് എൻ ഇവൻറ്റ് കനോട്ട് ഓക്കർ ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോസിബിൾ ഇവൻറ്റ്. നോക്കിയേ, ഒരു ബോക്സിനുള്ളിൽ ഫുൾ ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത് അല്ലേ. ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബാഗ് കണ്ടെയ്ൻ ഫുൾ ബ്ലാക്ക് ബോൾ. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ എന്താണ്? കിട്ടില്ല അല്ലേ, ഫുൾ ബ്ലാക്ക് ബോളാണ്. ഇങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അൺസർട്ടൈൻ ഇവൻറ്റ്സ് ആണ്. An event is said to be uncertain if its happening is neither sure nor impossible. It cannot be predicted. അതായത് അൺസർട്ടൈൻ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതായത് ഇവിടെ ഒരു ബോക്സിനുള്ളിൽ എന്തൊക്കെ ഗ്രീൻ ബോൾസും ഉണ്ട് ബ്ലാക്ക് ബോൾസും ഉണ്ട്. അപ്പോൾ ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ ഫ്രം എ ബോക്സ് കണ്ടെയ്ൻ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ബോൾ ഈസ് അൺസർട്ടൈൻ. അതായത് നമ്മൾ ഒരു ബോളാണ് എടുക്കുന്നത്. ആ ബോൾ എന്താവാം? ചിലപ്പോൾ ബ്ലാക്ക് ബോൾ ആവാം, ചിലപ്പോൾ ഗ്രീൻ ബോൾ ആവാം. അതെന്തായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് അൺസർട്ടൈൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. These are events that have same theoretical probability of occurring. അതായത് എല്ലാ ഇവൻറ്റിനും സെയിം പ്രോബബിലിറ്റി ആണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ടോസിങ് എ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഔട്ട്കംസ് ആണ് ഉണ്ടാവുക? ഹെഡും ഉണ്ടാവും ടെയിലും ഉണ്ടാവും അല്ലേ. ഗെറ്റിംഗ് ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമ്മൾ മുമ്പ് പറഞ്ഞു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അല്ലേ. പ്രോബബിലിറ്റി ഫേവറബിൾ നമ്പർ. ഹെഡ് എത്ര ഹെഡ് ഉണ്ട്? ഒരു ഹെഡാണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 2 ഹെഡ് ആൻഡ് ടെയിൽ
അല്ലേ. അപ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് വരിക? 1/2 ആണ് വരിക. അപ്പോൾ ഗെറ്റിംഗ് ടെയിലോ ഇതേപോലെ തന്നെ ഫേവറബിൾ നമ്പർ ടെയിൽ 1, ടോട്ടൽ നമ്പർ 2. അപ്പോൾ 1/2 തന്നെയാണ് ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എന്താണ് 1/2. അപ്പോൾ സെയിം ആണ് പ്രോബബിലിറ്റി വരുന്നത്. ഇങ്ങനെ സെയിം പ്രോബബിലിറ്റി വരുന്ന ഇവൻറ്റുകളെയാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ത്രോയിങ് എ ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? 1, 2, 3, 4, 5, 6 ഇത്രയും ഔട്ട്കംസ് ആണ് വരിക. അതാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ് അല്ലേ. ഇപ്പോൾ ഇതിൽ ഗെറ്റിംഗ് 1 വരാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ് വരിക? 1 എത്ര 1 ഉണ്ട് ഇതിൽ? ഒരെണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് കേസസോ 1, 2, 3, 4, 5, 6 ആണ് വരുന്നത്. അപ്പോൾ 1 വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് വരിക? 1/6 ആണ് വരിക. 2 വരാനുള്ള പ്രോബബിലിറ്റി അപ്പോൾ എത്രയാണ്? 1/6 തന്നെയാണ്. അപ്പോൾ ഇതിനും എന്താണ്? സെയിം പ്രോബബിലിറ്റി എന്നാണ് വരുന്നത്. അങ്ങനെ സെയിം പ്രോബബിലിറ്റി വരുന്ന ഇവൻറ്റ്സിനെയാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇഫ് ദി occurrence ഓഫ് വൺ ഓഫ് ദം എക്സ്ക്ലൂഡ്സ് ദി പോസിബിലിറ്റി ഓഫ് occurrence ഓഫ് ദി അതർ. Occurrence of one of them excludes the possibility of occurrence of the other. അതായത് ഒരു ഇവൻ്റ് സംഭവിച്ചാൽ മറ്റൊരു ഇവൻറ്റിനെ ഓട്ടോമാറ്റിക്കലി അത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഇവൻറ്റിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. 2 mutually exclusive events cannot occur simultaneously in the same trial. അതായത് ഒരു സിംഗിൾ ട്രയലിൽ ഒരു ഇവൻറ്റ് മാത്രമേ ഒക്കർ ചെയ്യുള്ളൂ, മറ്റേ ഇവൻറ്റിനെ അത് ഓട്ടോമാറ്റിക്കലി എക്സ്ക്ലൂഡ് ചെയ്യിക്കും. നമുക്ക് നോക്കാം എക്സാമ്പിൾ. വെൻ എ ഡൈ ഈസ് ത്രോൺ, ഒരു ഡൈ ത്രോൺ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? 1 വരാം, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് സാമ്പിൾ സ്പേസ് വരിക അല്ലേ. അതിൽ എ പ്രോബബിലിറ്റി ഒരു ഇവൻ്റാണ് ഒരു എ എന്ന് പറയുന്ന ഇവൻ്റാണ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ. ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഇവിടെ 2 ഇവൻ്റാണുള്ളത്. ഒരു ഇവൻ്റ് ഒരു ഈവൺ നമ്പർ കിട്ടുക എന്നുള്ളതും സെക്കൻഡ് ഇവൻ്റ് ഓഡ് നമ്പർ കിട്ടുക എന്നുള്ളതുമാണ്. ഒരു സിംഗിൾ ട്രയൽ ആണ് അല്ലേ. അപ്പോൾ സിംഗിൾ ട്രയലിൽ വരുന്നത് 3 ആണെങ്കിൽ, സിംഗിൾ ട്രയലിൽ വരുന്നത് 3 ആണ്. അപ്പോൾ 3 എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം, ഓഡ് നമ്പറാണ് 3. അപ്പോൾ ഈ ഇവൻറ്റിൽ എന്ത് സംഭവിച്ചു? ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്തു, അപ്പോൾ മറ്റേ ഇവൻറ്റിനെ അത് ഓട്ടോമാറ്റിക്കലി എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്തത്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ 4 ആണ് വന്നതെങ്കിൽ 4 എന്താണ് നമുക്കറിയാം, ഈവൺ നമ്പറാണ്. അപ്പോൾ ഒരു ഇവൻ്റ് അവിടെ സംഭവിച്ചു. അപ്പോൾ എന്താണത്? ഈവൺ നമ്പറാണ്, ഓഡ് നമ്പർ അല്ല. അപ്പോൾ ഒരു ഇവൻ്റ് അവിടെ എക്സ്ക്ലൂഡ് ചെയ്യിച്ചു. ഇങ്ങനെ ഉള്ള ഇവൻറ്റിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സെയിം വെച്ചിട്ട് നമുക്ക് നോക്കാം. 2 ഇവൻ്റാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ, സെക്കൻഡ് ലെസ് ദാൻ 4. അപ്പോൾ 2 ഇവൻ്റാണുള്ളത്. ഫസ്റ്റ് ഇവൻറ്റ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ, സെക്കൻഡ് ഇവൻറ്റ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 4. അപ്പോൾ വരുന്നത് 1 ആണെങ്കിൽ, ഓക്കെ, 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. ലെസ് ദാൻ 4ഉമാണ്. അപ്പോൾ എന്താണ്? 2 ഇവൻറ്റും അവിടെ ഒരുമിച്ച് ഓക്കർ ചെയ്തു സിംഗിൾ ട്രയലിൽ. അപ്പോൾ ഇതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് 3 ആണ്. 3 ആണെങ്കിലോ 3 ഓഡ് നമ്പർ തന്നെയാണ്, ലെസ് ദാൻ 4ഉമാണ്. ഇങ്ങനെ വരുമ്പോഴോ 2 ഇവൻറ്റും ഒക്കർ ചെയ്തു സിംഗിൾ ട്രയലിൽ. ഇങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കനോട്ട് ഓക്കർ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വെച്ചാൽ ഒരേ സമയം 2 ഇവൻറ്റും സംഭവിക്കില്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അവിടെ സംഭവിക്കുള്ളൂ. അങ്ങനെയുള്ള ഇവൻ്റാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്താണെന്നുള്ളത്. എ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ്സ് ഈസ് സെഡ് ടു ബി എക്സ്ഹോസ്റ്റീവ് when it include all possible outcomes under consideration.
If a set of events are exhaustive, at least one of them will happen in a trial of random experiment. എക്സോസ്റ്റീവ് ആവുക എപ്പോഴാണ്? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ഹാപ്പൻ ഇൻ എനി ട്രയൽ ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. അറ്റ്ലീസ്റ്റ് വൺ, ഏതെങ്കിലും ഒരു, എത്ര ഇവൻ്റ് ഉണ്ടോ അതിലേതെങ്കിലും ഒരു ഇവൻ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറയാം. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. വെൻ എ ഡൈ ഈസ് ത്രോൺ, 1 2 3 4 5 6 സാമ്പിൾ സ്പേസ്. അതിൽ ഇവൻറ്റ്സ് പറയുന്നത് ഫസ്റ്റ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ, ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. രണ്ട് ഇവൻറ്റുകളാണ് ഇവിടെയുള്ളത്, ഓഡ് നമ്പറും ഈവൻ നമ്പറും. ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡൈസ് ത്രോ ചെയ്തു, ഇപ്പോൾ വന്നത് 4 ആണ്. 4 എന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ് അല്ലേ. അപ്പോൾ ഇതിലെന്താണ്? രണ്ട് ഇവൻ്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് വൺ, ഒരെണ്ണം അവിടെ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വൺ എന്ന് വെച്ചാൽ എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ എന്താണ്? ഒരെണ്ണം ഇവിടെയും ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുന്നതിനെയാണ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. 2 or more events said to be independent if the occurrence of one of them no way affect the occurrence of the other. അതായത് ഒരു ഇവൻ്റ് മറ്റൊരു ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയാം. 2 or more events are said to be dependent if the happening of one of them affect the happening of the other. അതായത് ഒരു ഇവൻ്റ് മറ്റൊരു ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ 4 റെഡ് ബോളും 4 ഗ്രീൻ ബോളും ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ബോൾ എടുക്കുന്നത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബോൾ എടുത്താൽ അടുത്തത് പിന്നെ ഒരു ബോൾ സെലക്ട് ചെയ്യുന്നേക്കാൾ മുന്നേ ആ ബോൾ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. റീപ്ലേസിങ് നോക്കാം. ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് റെഡ് ബോൾ. നമുക്ക് നോക്കാം ഗെറ്റിംഗ് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ്? ഫേവറബിൾ നമ്പർ. റെഡ് ബോളിൻ്റെ എത്ര നമ്പർ ഉണ്ട്? എത്രയാണുള്ളത്? 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 4 + 4 എത്രയാണ്? 8. അപ്പോൾ 4/8 ആണ് വരുന്നത് അല്ലേ. 4/8. 4/8നെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. അപ്പോൾ 1/2 ആണ് വരാം അല്ലേ. നെക്സ്റ്റ് നെക്സ്റ്റ് ബി ആണ് ഇവൻറ്റ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ. ഇപ്പോൾ ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഫേവറബിൾ നമ്പർ, എത്ര ഗ്രീൻ ബോൾ ഉണ്ട്? 4 ഗ്രീൻ ബോൾ ആണുള്ളത്. ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 8. അപ്പോൾ എത്രയാണ് വരിക? 4/8. 1/2 ചെറുതാക്കുമ്പോൾ 1/2 തന്നെയാണ് വരിക. ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ ഇവൻ്റ് രണ്ടാമത്തെ ഇവൻറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല അല്ലേ. ആദ്യത്തെ ഇവൻറ്റ് രണ്ടാമത്തെ ഇവൻറ്റിന് ഒട്ടും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം റീപ്ലേസ് ചെയ്യാണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റീപ്ലേസ് ചെയ്യാണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എ എന്ന് പറയുന്ന ഇവൻ്റ് ഗെറ്റിംഗ് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ റെഡ് ബോൾ 4 റെഡ് ബോളാണുള്ളത്. ടോട്ടൽ 8 ബോൾ വരുന്നുണ്ട്. അപ്പോൾ 4/8. അപ്പോൾ 1/2 തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇതിൽ റീപ്ലേസ് ചെയ്യുന്നില്ല അല്ലേ. ആ ബോൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ എത്ര ബോളേ ഉള്ളൂ? 3 റെഡ് ബോളും 4 ഗ്രീൻ ബോളാണ് ഉള്ളത് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ വരാനുള്ള പ്രോബബിലിറ്റി. ഗ്രീൻ ബോൾ എത്ര ഉണ്ട്? 4 ഗ്രീൻ ബോൾ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്?
7 ആണ് അല്ലേ, 4/7 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇവൻ്റ് രണ്ടാമത്തെ ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇവൻ്റ് മറ്റൊരു ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്നും, ഒരു ഇവൻ്റ് മറ്റൊരു ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് എന്നുമാണ് പറയുന്നത്.